ശരിക്കും ഈ ഒഹായോ കൂടെ യാത്ര ചെയ്യുമ്പോൾ ഉണ്ടല്ലോ എന്തെല്ലാം ഓർമ്മകളാണ് വരുന്നതെന്നറിയാമോ? ഇഷ്ടംപോലെ ചെറിയ ടൗണുകളാട്ടോ. ചെറിയ ടൗണുകൾ എന്ന് പറഞ്ഞാൽ ചെറിയ ടൗൺഷിപ്പുകൾ. നല്ല പൊരി വെയിലത്ത് വേർത്ത് കുളിച്ചിരിക്കുമ്പോഴത്തേക്കും നല്ല അടിപൊളി ഒരു കുളി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ സുഖം അല്ലേ. ഇനി വണ്ടിയുടെ ഫുൾ AC കിട്ടുകൊണ്ട് നേരെ ഒഹായോക്കടെ നേരെ നമ്മുടെ ടൊറന്റോ. ശരിക്കും ഈ ഒഹായോ കൂടെ യാത്ര ചെയ്യുമ്പോൾ ഉണ്ടല്ലോ എന്തെല്ലാം ഓർമ്മകളാണ് വരുന്നതെന്നറിയാമോ? പണ്ട് 6ാം ക്ലാസ്സിലോ 7ാം ക്ലാസ്സിലോ 8ാം ക്ലാസ്സിലോ ഞാൻ മറന്നുപോയി. അതായത് ഇംഗ്ലീഷിൻ്റെ ബേസിക്സ് ഒക്കെ പഠിച്ചു തുടങ്ങുന്ന ആ ഒരു സമയം. അപ്പോൾ ഇംഗ്ലീഷിൻ്റെ പുസ്തകമൊക്കെ ഇങ്ങനെ സ്കൂൾ തുറക്കുന്ന സമയത്ത് ചെന്ന് മേടിച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു ടെൻഷനായിരിക്കും. പുതിയ പുസ്തകങ്ങളെല്ലാം കിട്ടുമ്പോഴത്തേക്കും ഇനി പുതിയ ക്ലാസ്, പുതിയ ടീച്ചർമാരെ എങ്ങനെയൊക്കെ ആയിരിക്കും എന്നുള്ളൊരു ആകാംക്ഷ ഉണ്ടായിരിക്കുമല്ലോ ഒരുമാതിരി എല്ലാവർക്കും. അപ്പോൾ അതുപോലെ 8ാം ക്ലാസ്സിലോ 7ാം ക്ലാസ്സിലോ വേണ്ട, ജെസ്സി ഓവൻസ് എന്ന് പറഞ്ഞ ഒരു അമേരിക്കൻ അത്ലീറ്റിനെ കുറിച്ച്, ഒളിമ്പിക്സ് മെഡൽ വിന്നറിനെ കുറിച്ച് ഇംഗ്ലീഷിൻ്റെ പാഠപുസ്തകത്തിൽ പഠിച്ചൊക്കെ ഓർക്കുന്നു. അപ്പോൾ ഈ ജെസ്സി ഓവൻസ് ഒഹിയോ എന്ന് പറയുന്ന ഒരു സംസ്ഥാനത്തിൽ നിന്നുള്ള ആളാണെന്നും കറുത്തവർഗ്ഗക്കാർക്കെതിരായിട്ടുള്ള വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ് ഒഹിയോ എന്നും ഒക്കെ ഇങ്ങനെ പഠിച്ചത് ഓർക്കുന്നത്. അന്ന് സ്ഥിരം ഇതുപോലെ ഒഹിയോ 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 എന്നാണ് പറഞ്ഞ് കേട്ടതും പഠിച്ചതും എല്ലാം. പിന്നീട് ഇവിടെ വന്നു കഴിഞ്ഞിട്ടും അല്ല, ആ ഒരു ലേറ്റർ ഇൻ ദ ലൈഫാണ് നമുക്ക് മനസ്സിലായത് ഒഹിയോ എന്നല്ല, അത് ഒഹായോ എന്നാണ് പറയുന്നത് എന്നുള്ളതൊക്കെ. ഇതൊക്കെ നേരിട്ട് കാണാൻ പറ്റുമെന്ന് അന്നൊന്നും ജന്മം ചെയ്താൽ വിചാരിച്ചിട്ടില്ല കേട്ടോ. നമുക്ക് ഈ പറയുന്ന പോലെ വിധി എന്ന് പറയുന്ന ഒരു സാധനം നമ്മുടെ ഓരോരുത്തരുടെ ലൈഫിൽ നമുക്ക് എന്താണ് വെച്ചേക്കണേന്നുള്ളത് ഒരിക്കലും ഞാനൊന്നും അമേരിക്ക വരുമെന്ന് ജന്മത്തിൽ വിചാരിച്ചിട്ടില്ല. അപ്പം അമേരിക്കയിലെ ഇത്രയും സംസ്ഥാനങ്ങൾ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് കണ്ട് അനുഭവിക്കാൻ വേണ്ടിയിട്ട് ദൈവം നമുക്ക് അത്രയും വലിയ അനുഗ്രഹമാണല്ലോ തന്നേക്കണത്. അപ്പോൾ പല പ്രാവശ്യം ഒഹിയോ കൂടെ കട്ട് ചെയ്ത് നമ്മൾ അങ്ങോട്ട് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് എനിക്ക് ആ ഒരു ഓർമ്മകളൊക്കെ ആയിരുന്നു. ഇപ്പോഴും ആ ഇംഗ്ലീഷ് പഠിപ്പിച്ച ടീച്ചർ, മിനി ടീച്ചർ എന്നാണെന്ന് തോന്നുന്നു ടീച്ചറിൻ്റെ പേര്, MKM ഹയർ സെക്കൻഡറി സ്കൂൾ. പിറോ അന്ന് ഹയർ സെക്കൻഡറി ആയിട്ടില്ല, MKM ഹൈസ്കൂളാണ്. ഈ ഒഹായോ പെൻസിൽവാനിയ യാത്രകളിലൊക്കെ നമുക്ക് ഇഷ്ടംപോലെ ഇതുപോലത്തെ വില്ലേജ് റോഡുകൾ ഉപയോഗിക്കേണ്ടി വരും കേട്ടോ. അതുകൊണ്ട് തന്നെ വെറൈറ്റി കാഴ്ചകൾ നമുക്ക് ഇഷ്ടംപോലെ കൊണ്ടുവരാൻ പറ്റുന്നുണ്ടല്ലേ. ഇഷ്ടംപോലെ ചെറിയ ടൗണുകളാട്ടോ. ചെറിയ ടൗണുകൾ എന്ന് പറഞ്ഞാൽ ചെറിയ ടൗൺഷിപ്പുകൾ. അത് കൂടാതെ അതിൻ്റെ ഇടയിൽ കൺസ്ട്രക്ഷനും കൂടെ വന്നിട്ടുണ്ടല്ലോ. നമ്മൾ ഫുള്ള് ഡീറ്റൂറാണ്. അതുകൊണ്ട് ഇനിയിപ്പോൾ ഒന്ന് ഹൈവേ കയറുന്നോളം വരെ സമാധാനമില്ല. ആകെ കൂടി ഒരു ആശ്വാസം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുമ്പിൽ 2-3 ട്രക്കുകളുണ്ട്, അമാരെ ഫോളോ ചെയ്താൽ അപ്പോൾ പോകണേ. നമുക്ക് ചെന്ന് കയറേണ്ടത് 68 നോർത്ത് എന്ന് പറയുന്ന ഒരു ഹൈവേയിലേക്കാണ്. അവിടെയാണ് റോഡ് ക്ലോസ്ഡ് ആയിട്ട് ഇപ്പോൾ നമ്മൾ റീറൂട്ട് ചെയ്ത് വിട്ടേക്കുന്നത്. എന്തായാലും ഇഷ്ടംപോലെ കൃഷിയും കാർഷിക വിളകളും ഒക്കെ ഉള്ള ഒരു സെറ്റപ്പാണ് കേട്ടോ.
ഇപ്രാവശ്യം നമ്മൾ കൊണ്ടുപോകുന്ന ലോഡുണ്ടല്ലോ, ബ്ലൈൻഡ് ലോഡ് എന്ന് പറയുന്ന ഒരു ലോഡാണ് കേട്ടോ. ബ്ലൈൻഡ് ലോഡ് എന്ന് പറഞ്ഞാൽ ഒരു ടൈപ്പ് ഓഫ് എക്സ്പെൻസീവ് ഷിപ്പിംഗ് അറേഞ്ച്മെൻ്റ് ആണ്. ഇതിൽ ഷിപ്പറിന് ആർക്കാണോ വിൽക്കുന്നതെന്നും ബയറിന് ആരുടെ കയ്യിൽ നിന്നാണ് മേടിക്കുന്നതെന്നും ഒരു ഐഡിയ ഉണ്ടാവില്ല. ചില റെയർ ഒബ്ജക്ട്സിൻ്റെയൊക്കെ ഷിപ്മെൻറ്റുകളിൽ ഇടനിലക്കാർ കൺസൈൻമെൻറ്റിൻ്റെ കോൺട്രാക്റ്റ് എടുത്ത് ബയറും സെല്ലറും നേരിട്ട് ഡീലിങ്സിൽ എത്താതിരിക്കാൻ വേണ്ടിയാണ് ഈ മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ഇത്തരം സാഹചര്യങ്ങളിൽ ഒറിജിനൽ ഡോക്യുമെൻറ്റ്സ് ബോർഡർ ക്ലിയറൻസിനും മറ്റ് ഗവൺമെൻറ് റിലേറ്റഡ് ആവശ്യങ്ങൾക്കും മാത്രമായിട്ടായിരിക്കും ഉപയോഗിക്കുക. മേടിക്കുന്നയാൾക്ക് ഇടനിലക്കാരൻ സെറ്റ് ചെയ്യുന്ന മറ്റൊരു പേപ്പർ വർക്കും. ബേസിക്കലി ഹൈ ഡിമാൻഡുള്ള ഒരു റെയർ മെറ്റീരിയലിൻ്റെ സോഴ്സ് അനോണിമസ് ആയിട്ടിരിക്കും. Possible, make a U-turn. അങ്ങനെ ഏകദേശം 150ഓളം കിലോമീറ്റർ വില്ലേജ് റോഡിൽ കൂടെ കവർ ചെയ്ത് നമ്മൾ വേണ്ട ഇൻ്റർസ്റ്റേറ്റ് 75 എന്ന് പറയുന്ന റോഡിലേക്ക് കയറാൻ പോവാം, ഹൈവേയിലേക്ക്. ഇനിയിപ്പോൾ ആര് ചോദിച്ചാൽ ഒഹായോ കണ്ടില്ല എന്ന് പറയാൻ പറ്റില്ല. ആവശ്യത്തിന് ഒഹായോ കണ്ടു കേട്ടോ. പക്ഷെ ഇതുവഴിയൊക്കെ പോകുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഒന്നായിരുന്നു പിറ്റ്സ്ബർഗ്. എൻ്റെ ഈശ്വര, ഒന്നോടെ ആ പിറ്റ്സ്ബർഗ് നമുക്കൊന്ന് പോയി നമുക്ക് വ്ളോഗിൻ്റെ അകത്ത് ഡീറ്റെയിൽ ആയിട്ട് അത് കൊണ്ടുവരണം. അതിനും മാത്രം ഉണ്ടത്. നമ്മൾ ട്രക്കെ കടന്നു പോകുന്ന വഴികളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, വൺ ഓഫ് എ കൈൻഡ്. അതുപോലത്തെ വൃത്തിയായിട്ട് റോഡുകൾ വേറെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഇൻ്റർസ്റ്റേറ്റ് 75 നമ്മളെ ഡിട്രോയിറ്റിലേക്ക് എത്തിക്കും. ഡിട്രോയിറ്റിൽ നിന്ന് പിന്നീട് 94 നേരെ സാർണി. ഇവിടെ 3 കിലോമീറ്ററിലെ ഒഹായോ മിഷിഗണിൻ്റെ സ്റ്റേറ്റ് ബോർഡർ എത്തും കേട്ടോ. നമ്മൾ ഒഹായോയിൽ നിന്ന് മിഷിഗണിലേക്ക് കയറും. അവിടുന്ന് പിന്നീട് ഏകദേശം ഒരു 50 കിലോമീറ്ററിൽ നമ്മൾ ഡിട്രോയിറ്റ് എന്ന മഹാനഗരത്തിലേക്ക് എത്തും. ഏകദേശം കുറേ നാളുകൾക്ക് ശേഷമാണ് നമ്മൾ ഡിട്രോയിറ്റിൻ്റെ ഒരു വീഡിയോ നമ്മുടെ വ്ളോഗിൽ കൊണ്ടുവരുന്നത്. കാരണം ആദ്യമൊക്കെ നമ്മൾ സ്ഥിരം ഡിട്രോയിറ്റ് ആയിരുന്നെങ്കിലും, ബോർഡർ ക്രോസ് ചെയ്യുന്ന ഡിട്രോയിറ്റ് ആയിരുന്നെങ്കിലും, പിന്നീട് ഇവിടുത്തെ ടോളിൻ്റെ റേറ്റ് ഭയങ്കരമായിട്ട് അങ്ങ് കൂട്ടിയതിന് ശേഷം നമ്മൾ സ്ഥിരമായിട്ട് സാർണി എടുക്കാൻ തുടങ്ങിയല്ലോ. അപ്പം സാർണി എടുക്കാൻ തുടങ്ങിയ പിന്നെ നമ്മൾ ഇങ്ങോട്ട് വരവ് തീരെ കുറവായിരുന്നു. ഇപ്രാവശ്യം നമ്മൾ ഡിട്രോയിറ്റ് അല്ല സാർണിയാണ് ബോർഡർ എടുക്കുന്നത്. പക്ഷേ ഡിട്രോയിറ്റിൽ ചെന്നിട്ട് നമുക്ക് സാർണിയയിലേക്ക് ഒരു റൂട്ട് വളഞ്ഞു പോവാം. നമ്മളിപ്പോൾ വരുന്ന ഒഹായോയിലെ ആ കൊളംബസ് ഏരിയ ആണ് കേട്ടോ. അതുകൊണ്ടാണ് ഈ റൂട്ടിൽ വരുന്നത്. അപ്പോൾ അതെന്തായാലും നമ്മൾ വ്ളോഗും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡിട്രോയിറ്റിൻ്റെ കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളിതാ മോട്ടോർ സിറ്റി എന്നറിയപ്പെടുന്ന ഡിട്രോയിറ്റ് എന്ന മഹാനഗരത്തിൻ്റെ കാഴ്ചകളിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. ജീപ്പിൻ്റെയും ഫോർഡിൻ്റെയും ഷെവിയുടെയും എല്ലാം സ്വന്തം നാട് ഡിട്രോയിറ്റ്. നമ്മൾ കുറച്ച് പേർക്കെങ്കിലും ഇത് രണം സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷൻ എന്നുള്ള രീതിയിലാണ് ഡിട്രോയിറ്റ് അറിയപ്പെടുന്നത് കേട്ടോ. ശരിക്കും ഡിട്രോയിറ്റിൻ്റെ ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ താല്പര്യമുള്ളവർക്ക് ചൂഴ്ന്നു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ കഥകളാണ് ഡിട്രോയിറ്റിനെ കുറിച്ചുള്ളത്. നമ്മുടെ എമിനോം റാപ്പ് മ്യൂസിക്കിൻ്റെ പരിപാടികളും എല്ലാം അങ്ങറ്റത്ത് ഡിട്രോയിറ്റിൽ നിന്നല്ലേ. അല്ല, നമ്മുടെ ഇടതുവശത്ത് കാണുന്ന ഒരു വലിയ റിഫൈനറി പരിപാടി ആയതുകൊണ്ടാണ്. നമ്മളിപ്പോൾ കണ്ട ആ ഡിട്രോയിറ്റ് പിസ്റ്റൺസ് എന്ന് എഴുതിയ വലിയ ബാസ്കറ്റ് ബോളിൻ്റെ ഷേപ്പുള്ള ഒരു വലിയ ടാങ്ക് കണ്ടോ.
അത് ഡിട്രോയിറ്റ് പിസ്റ്റൺസ് എന്ന് പറയുന്ന ഡിട്രോയിറ്റിലെ ഒരു വലിയ ബാസ്കറ്റ്ബോൾ ടീമാണ്. നമ്മുടെ ഈ റൈറ്റ് സൈഡിൽ പോകുന്ന ട്രക്കെല്ലാം വേണ്ട നമ്മുടെ ഈ ഡിട്രോയിറ്റ് വിൻസർ ബോർഡർ എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്ന. പക്ഷെ നമ്മളിപ്പോൾ സാർണിയ ബോർഡറിലേക്ക് പോകുന്നതുകൊണ്ട് നമ്മളിപ്പോൾ ലെഫ്റ്റ് ലൈൻ പിടിച്ച് നമുക്കിപ്പോൾ തന്നെ ലെഫ്റ്റിൽ എക്സിറ്റ് എടുക്കണം കേട്ടോ. ഡിട്രോയിറ്റ് എന്ന് പറയുന്നത് പണ്ട് മാത്രമല്ല, ഇപ്പോഴും ഒരു വലിയ ഇൻഡസ്ട്രിയൽ ഏരിയ, ഭയങ്കര ഇൻഡസ്ട്രിയൽ ഏരിയ. പക്ഷെ പണ്ടത്തെ അത്ര പ്രതാപം ഇല്ലെന്നാണ് പറയപ്പെടുന്നത്. ശരിക്കും ഇല്ല. അപ്പോൾ അന്നത്തെ കാലത്ത് ഈ ഒരു വണ്ടികളുടെയും മറ്റ് പല കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നപ്പോൾ ഇതിൻ്റെ പ്രതാപകാലത്ത് എന്തായിരിക്കും ഇതിൻ്റെ ഒരു തിരക്ക്. കാനഡയിലേക്ക് പോകാനുള്ളവരെല്ലാം, അതായത് വിൻസർ ബ്രിഡ്ജ് വഴി കാനഡയിലേക്ക് പോകാനുള്ളവരെല്ലാം ഇപ്പോൾ റൈറ്റ് എക്സിറ്റ് എടുക്കുക. നമുക്ക് നേരെ പോവാം. നൂറ് കിലോമീറ്ററും കൂടെ ബോർഡറിലേക്കുള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ. ബോർഡർ എന്ന് പറഞ്ഞാൽ നമ്മൾ സാർണിയയിലേക്ക് ക്രോസ് ചെയ്യുമ്പോൾ ഇപ്പുറത്തെ അമേരിക്കൻ സൈഡ് പോർട്ട് ഹ്യൂറോൺ എന്നറിയപ്പെടുന്നത് കേട്ടോ, അങ്ങോട്ട്. പക്ഷെ ട്രാഫിക് കിടക്കണ കിടപ്പ് കണ്ടാ. കാര്യം ഇന്നിപ്പോൾ ഇത്രയും വള്ളിക്കെട്ട് ട്രാഫിക് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ സമാധാനമായിട്ട് ഇരിക്കുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലോഗ് മിച്ചമുണ്ട് കേട്ടോ. സാറിന് സിംഗിൾ ഓടിക്കുമ്പോഴത്തേക്കും ട്രാഫിക് വരുമ്പോൾ നമ്മുടെ ലോഗ് കത്തി തീരുമായിരിക്കുമല്ലോ. അതും ബോർഡറൊക്കെ എത്തുമ്പോൾ എന്ന് പറഞ്ഞാൽ പിക്കപ്പിൻ്റെ ഡെലിവറിയുടെ ഒക്കെ ഡിലേയുടെ ലോഗ് എല്ലാം കഴിഞ്ഞ് മിച്ചമുള്ളത് കൊണ്ടായിരിക്കും നമ്മൾ ഇങ്ങോട്ട് എത്തുന്നത്. അപ്പം നമുക്ക് ആകെ ടെൻഷനായിരിക്കും, ദൈവമേ വീടെത്തുമോ എന്നുള്ളത്. ഇന്നിപ്പോൾ നമുക്ക് ആവശ്യത്തിന് ലോഗ് മിച്ചമുണ്ട്, അതുകൊണ്ട് ഇപ്പം സമാധാനമായിട്ട് പോവാം. അങ്ങനെ കുറേ നേരത്തെ ശ്രമകരമായ ഡ്രൈവിങ്ങിന് ശേഷം നമ്മൾ വേണ്ട സാർണിയ ബോർഡറിലേക്ക് എത്തിയിരിക്കുകയാണ്. സാർണിയ ബോർഡർ അനുബന്ധ കാര്യങ്ങളൊന്നും നമ്മുടെ പ്രേക്ഷകരെ വീണ്ടും വീണ്ടും കാണിച്ച് പരിചയപ്പെടുത്തേണ്ട ഒരു കാര്യമില്ലെന്ന് എനിക്കറിയാം. കാരണം നമ്മൾ എത്രയോ വീഡിയോകളിൽ കൂടെ ഈ ഏരിയ എല്ലാം കാണിച്ചിരിക്കുന്നു. അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ ബോർഡർ ക്രോസിങ്ങും വിശേഷങ്ങളും എല്ലാം നമുക്ക് പെട്ടെന്നൊന്ന് ഓടിച്ച് കണ്ടിട്ട് പോകാം കേട്ടോ. ബോർഡർ വേണ്ട ഓടിച്ചിട്ട് കാണിച്ച് നമുക്ക് വിട്ടു പോകാമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും നല്ലൊരു ലൈനപ്പ്. അങ്ങനെ നമ്മൾ വീണ്ടും ഇവിടെയും പെട്ടിരിക്കുകയാണ് ഗൈസ്. സമ്മറിലാണ് കൺസ്ട്രക്ഷൻകാരെല്ലാം കൂടെ പുറത്തിറങ്ങുന്നത്. അതുകൊണ്ട് തന്നെ റോഡുകളെല്ലാം കൺസ്ട്രക്ഷനാണ്. വന്ന് ഓരോ ദിവസം കഴിയുന്നതോറും ബോർഡറിലെ വെയിറ്റിംഗ് ഒരു ഭയങ്കര പ്രശ്നമായി വരും കേട്ടോ. നമ്മൾ ഈ ലോങ് ഓടിക്കുന്ന ഡ്രൈവേഴ്സിൻ്റെ ലോഗും സമയവും അപ്പോയിൻമെൻറ്റ് ടൈമും എല്ലാം താറുമാറാവുന്ന രീതിയിൽ, അതായത് ട്രക്കിങ്ങിൻ്റെ ഏറ്റവും വെറുക്കപ്പെടുന്ന ഒരു സാഹചര്യമായി മാറുന്നു ഈ ബോർഡർ ക്രോസിങ്. പണ്ട് കാലിഫോർണിയക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് നമുക്ക് ആഴ്ചയിൽ ഒന്ന് അങ്ങോട്ടും ആഴ്ചയിൽ ഒന്ന് ഇങ്ങോട്ടും ക്രോസ് ചെയ്താൽ മതിയായിരുന്നേ. പക്ഷെ ഇതിപ്പോൾ നമ്മൾ ഈ ഡെയിലി സിംഗിൾ ട്രിപ്പ് ആകുമ്പോഴത്തേക്കും ഷോർട്ട് ട്രിപ്പ് ആകുമ്പോഴത്തേക്കും ഉണ്ടല്ലോ, ഒന്നരാടൻ അല്ലെങ്കിൽ ഡെയിലി ബോർഡർ ക്രോസ് ചെയ്യേണ്ട ഒരു സാഹചര്യം വരുമ്പോൾ ഇത് ഫേസ് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, അത് ഭയങ്കര ടയറിങ് ആണ് നമുക്ക്. നയാഗ്ര ബോർഡർ ആണെങ്കിൽ പിന്നെ കുഴപ്പമില്ല, അതങ്ങ് പോകും. ഈ സാർണിയ ബോർഡറിലാണ് ഇത്രയും ഉണ്ടില്ലേ. എന്നെ ചെയ്യണ എല്ലാ ട്രക്കിംഗ് കമ്പനിയും ഇത് ക്രോസ് ചെയ്യാനാണ് പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ടോള് കുറവാണ്. ഇപ്പം നയാഗ്ര ആണെങ്കിലും അല്ലെങ്കിൽ അംബാസഡർ ബ്രിഡ്ജ് ആണെന്നുണ്ടെങ്കിൽ അവിടെ എല്ലാം ടോള് കൂടുതലാണ്. അപ്പോൾ എല്ലാവരും ഇവിടെ ക്രോസ് ചെയ്യാൻ തുടങ്ങി. ഈ ഡ്രൈവേഴ്സിൻ്റെ സമയമല്ല റോട്ടിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. എത്ര നേരമായെന്നറിയോ നമ്മളിപ്പോൾ ഈ ടോളിൽ കിടക്കാൻ തുടങ്ങിയിട്ട്. റോട്ടിലൊക്കെ കിട്ടുന്ന ട്രാഫിക് ബ്ലോക്കും കൺസ്ട്രക്ഷനും ഒന്നും കൂടാതെ വേണ്ട ഇവിടെ വരുമ്പോഴത്തേക്കും ടോളിലും ഒരാവശ്യമില്ലാതെ എന്നെ ചെയ്യണം. അടിപൊളി. സമയം അതുപോലെ താമസിച്ചു. എന്തോ വലിയ ആക്സിഡൻറ്റ് ഉണ്ടായിട്ടുണ്ട് 402-ൽ. അതുകൊണ്ട് തന്നെ നമ്മളെ കൺട്രി സൈഡിൽ കൂടെ ഡീടൂർ ചെയ്തേക്കുക. When possible, make a U-turn, then take the first left. ശരിക്കും കൂടുതൽ ഹോം ടൈം കിട്ടാനാണ് നമ്മൾ ഷോർട്ട് ട്രിപ്പുകൾ എടുക്കാൻ തുടങ്ങിയത്.
ഇത് വന്നിട്ടും പോയിട്ടും തീരെ സമയമില്ലാത്ത അവസ്ഥയാണ്. ഓട്ടവും. Continue on Ontario 22 for 6 kilometers. നിങ്ങൾ വേണ്ട സമയം നോക്കിക്കേ, 10:45. രാത്രി 10:45 ഉണ്ടല്ലോ, നമ്മൾ നിരങ്ങി എങ്ങും എത്തിയിട്ടില്ല കേട്ടോ. ഇനിയുണ്ട് 74 കിലോമീറ്റർ നമ്മുടെ യാർഡിലേക്ക്. ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞ ഇത്രയും വൃത്തികെട്ട ദിവസം, എവിടെ ചെന്നാലും അവിടെ എല്ലാം ട്രാഫിക്. അങ്ങനെ ഒരു ദിവസമായിരുന്നു ഇന്ന് നമുക്ക്. ശരിക്കും നമ്മുടെ ലോഗിൻ്റെ അകത്ത് ഓരോ മിനിറ്റും നമ്മളിങ്ങനെ സൂക്ഷിച്ച് സ്പെൻഡ് ചെയ്ത് കൊണ്ടുവന്നുകൊണ്ട് നമുക്കിപ്പോഴും ദൈവം അനുഗ്രഹിച്ച് 2 മണിക്കൂറോടെ ഉണ്ട് വണ്ടി ഓടിക്കാനുള്ള ഡ്രൈവ് ടൈം. അതേസമയം ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, നമുക്ക് ആ ഡ്രൈവ് ടൈം ഇല്ലായിരുന്നെന്നുണ്ടെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും ഇനിയിപ്പോൾ വേണ്ട 70 കിലോമീറ്റർ ഇപ്പുറം ഇട്ടിട്ട് നമ്മൾ റീസെറ്റ് ചെയ്യേണ്ട വന്നേനെ. എന്ത് ദുഷ്ടപരമായിട്ടുള്ള അല്ലെ, എത്രമാത്രം ഫ്രസ്ട്രേഷൻ ഉണ്ടാക്കുന്ന ഒരു സാഹചര്യമായിരിക്കും അത്. കാരണം ഇന്നിപ്പോൾ വേണ്ട ഏകദേശം 10:45, 11:30, 12 മണിയാവും മിക്കവാറും യാർഡ് എത്തുമ്പോഴത്തേക്കും. അപ്പോൾ നാളെ രാവിലെ 10 മണിയാവും നമ്മുടെ ടൈം റീസെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വീട്ടിൽ പോവാം. പക്ഷേ ഇപ്പോൾ നമുക്ക് ടൈം ഇല്ലായിരുന്നെന്നുണ്ടെങ്കിൽ നമ്മൾ റീസെറ്റ് ചെയ്യാൻ വണ്ടിയുടെ കൂടെ കിടക്കേണ്ട കാരണം നമുക്ക് വീട്ടിൽ പോകാൻ പറ്റില്ല. അങ്ങനെ വരുമ്പോഴത്തേക്കും നാച്ചുറലി ഒന്ന് ആലോചിച്ച് നോക്കിക്കുക നമ്മുടെ മനസ്സിൽ എത്രമാത്രം ദേഷ്യം ഉണ്ടാവും എന്നുള്ളത്. അങ്ങനെ സംഭവബഹുലമായ ഒരു യാത്രയ്ക്ക് ശേഷം തിരിച്ച് നമ്മൾ യാർഡിലെത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. നമ്മൾ ഗേറ്റ് തുറക്കുകയാണ്. ഇനി വണ്ടിയും പാർക്ക് ചെയ്ത് നേരെ വീട്ടിലേക്ക്. അടിപൊളി. അപ്പോൾ നമ്മൾ ട്രക്കും ട്രെയിലറും പാർക്ക് ചെയ്തു. അങ്ങനെ ഇതൊക്കെയാണ് നമ്മുടെ ഈ ഒരു യാത്രയിൽ നിന്നുള്ള വിശേഷങ്ങൾ ഗൈസ്. സിംഗിള് ഷോർട്ട് ട്രിപ്പ്. ഇപ്പോൾ കണ്ടില്ലേ എത്രമാത്രം ഫ്രസ്ട്രേറ്റിംഗ് ആണ്, ടയറിങ് ആണ് എന്നുള്ളതെല്ലാം. എനിവേസ് ഇതൊക്കെ ആയിട്ട് യൂസ് ടു ആവുമായിരിക്കും. പക്ഷേ ഇതിൻ്റെയൊക്കെ ഒരു ഗുണം എന്നാന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ പോയിട്ട് വന്നിട്ട് ഇച്ചിരി നേരത്തേക്കാണെങ്കിലും വീട്ടിൽ പോകാൻ കിട്ടും എന്നുള്ളതൊക്കെയാണ്. ഇപ്പോൾ സമയം ഏകദേശം 12 മണിയായി. നമ്മൾ വീട്ടിൽ പോകാം. നാളെ രാവിലെ 10 മണിയാകുമ്പോഴത്തേക്ക് നമ്മുടെ ടൈം റീസെറ്റ് ആകുള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് പോയാൽ മതിയല്ലോ. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.